ഇപ്പോൾ നമുക്കൊപ്പം KJ തോമസ് ചേരുകയാണ്. എങ്ങനെയാണ് AV റസലിൻ്റെ ഓർമ്മകളെ? റസൽ ഏതാണ്ട് 43 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിച്ച ഒരു സഖാവാണ്. SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു. കൊല്ലത്ത് SN കോളേജിൽ പഠിക്കുമ്പോൾ അതിനുശേഷം വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായി ചങ്ങനാശ്ശേരിയിൽ വന്നപ്പോൾ DYFIയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനായി മാറി. 7 വർഷക്കാലത്തോളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായി, ഏരിയ സെക്രട്ടറിയായി, ജില്ലാ കമ്മിറ്റിയിൽ വന്നു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി. പിന്നീട് 2021 ജില്ലാ സെക്രട്ടറി പദം ഏറ്റെടുത്തത്. റസലിൻ്റെ പാർട്ടി ജീവിതമെന്ന് പറയുന്നത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. CI2വിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം, അതുപോലെ CI2വിൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന് ഒട്ടേറെ സവിശേഷതകളുണ്ടായിരുന്നു. റസല് അദ്ദേഹത്തിൻ്റേതായ ഒരു ശൈലിയുണ്ട് പാർട്ടി പ്രവർത്തന രംഗത്ത്. ഏത് കാര്യം ഏറ്റെടുത്താലും, ഏത് പ്രവർത്തന പരിപാടി ഏറ്റെടുത്താലും റസലിൻ്റേതായ ഒരു പ്രത്യേകത ആ പ്രവർത്തനത്തിലെല്ലാം നിഴലിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആസൂത്രണത്തിൻ്റെ ഒരു കഴിവ്, പ്ലാനിങ്ങിൻ്റെ ഒരു കഴിവ് എടുത്തു പറയേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് വേളകളിൽ ഞാൻ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിൽ 10 വർഷക്കാലത്തിനിടയ്ക്ക് നിരവധി തെരഞ്ഞെടുപ്പുകൾ നടന്നു. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറ്റവും മികച്ച രീതിയിലാണ് പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പാർട്ടി സംഘടനാ രംഗത്തും ഏറ്റവും മികവ് പുലർത്തിയ സഖാവായിരുന്നു. സഖാവിൻ്റെ മരണം കോട്ടയം ജില്ലയിലെ പാർട്ടിക്ക് നികത്താനാവാത്ത നഷ്ടമാണ്. തീർച്ചയായും അതാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച നേതാക്കന്മാരെല്ലാം വ്യക്തമാക്കുന്നത്. വൈക്കം വിശ്വൻ, അത് കഴിഞ്ഞ് KJ തോമസ്, അത് കഴിഞ്ഞ് VN വാസവൻ, ഇവർക്ക് പിൻഗാമിയായിട്ടാണ് കോട്ടയം ജില്ലയിലെ സമരസംഘടനാ പ്രവർത്തനത്തെ നയിക്കുന്നതിനു വേണ്ടി കോട്ടയം ജില്ലാ സെക്രട്ടറിയായി കഴിഞ്ഞ 4 വർഷമായി AV റസൽ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരു വിയോഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന. അതിൻ്റെ ദുഃഖമാണ് നേതാക്കന്മാരെല്ലാം പങ്കുവയ്ക്കുന്നത്.